ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. മക്കളെ, നമുക്ക് ബൈബിളിനെ പറ്റി എന്തെങ്കിലും കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലാക്കണ്ടേ? അതിനിന്ന് ഞാൻ ബൈബിൾ എന്താ, യേശു കർത്താവ് എന്താണ് ശിഷ്യന്മാർക്ക് കൊടുത്ത ഉപദേശങ്ങളൊക്കെ എല്ലാമൊന്നും പറയാനൊന്നും എളുപ്പമല്ല. ഒരുപാട് ഇടയ്ക്കിടയ്ക്കിടെ എല്ലാം ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കുറച്ച് വല്ലപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കണ്ടേ? എന്തായാലും എൻ്റെ ഈ പുസ്തകം ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ കർത്താവ് എന്താ ചിന്തിക്കുന്നത്, ഇപ്പം ഞാൻ എന്താണ് ചിന്തിക്കുന്നത് നമുക്കൊക്കെ അറിയാമോ? അത് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. എല്ലാം എൻ്റെ സഹോദരങ്ങളാണ്, എല്ലാവരും നന്നാവണം. ആ ഒരു ചിന്ത എനിക്കുണ്ടല്ലോ. നിസാരമായി ഒന്നിനും കൊള്ളാത്ത എനിക്ക് പോലും ഉണ്ട് ഇങ്ങനെ. അപ്പം ഭഗവാന്റെ അടുക്കൽ നിന്ന് വന്ന കർത്താവിന് ഇതുപോലെ എത്രമാത്രം ആഗ്രഹമാ. ഒരു കുഞ്ഞു പോലും നശിക്കരുത്, പാപിയായി പോകരുത്. എന്ന് വെച്ചാൽ നമുക്ക് അറിവില്ലായ്മ ചെയ്യുമ്പോൾ പാപമായി പോകുമല്ലോ. അതിന് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത്, ഇതിനെ തരംതിരിച്ച് പഠിപ്പിക്കാനാണല്ലോ പിതാവായ ദൈവം പുത്രനായി ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയാണല്ലോ. നമ്മളല്ലെങ്കിൽ ദുഷ്കർമ്മങ്ങൾ ചെയ്ത് പാപത്തിൽ ചെന്ന് അകപ്പെട്ട് നശിച്ചു പോകത്തില്ലേ? അതുകൊണ്ട് കുറച്ച് പേരെങ്കിലും കുറച്ച് നന്നാവട്ടെ എന്ന് കരുതി ഈശ്വരൻ തന്നെ പുത്രനെ ഇങ്ങോട്ട് വിട്ടതാണ് മക്കളെ. അത് എനിക്കത്രയും മനസ്സിലാവുന്നു. എന്താ മനസ്സിലാച്ചാൽ എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ തന്നെയാണ് ഒരു വെപ്രാളമാണ്. എൻ്റെ എല്ലാ ഭക്തമക്കളും ആരും ഇതിനോട്ട് ഒരുങ്ങത്തില്ല. ഇതിന് വലിയ പാടാണ്. എല്ലാവർക്കും ഈ ലോക ചിന്തയിൽ ഇങ്ങനെ ജീവിക്കുക. അത് ദുരിതമല്ലേ? അതിൽ നിന്ന് കരകയറാൻ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരെ ഇങ്ങനെ വിളിച്ചാലൊന്നും ആരും വരത്തില്ല. ചിലർക്ക് ഈശ്വരൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. ചിലർ മാത്രം, ദൈവം വിചാരിച്ചവരെ മാത്രമേ ഇതിലേക്ക് വരത്തുള്ളൂ. അല്ലാത്തവരിനി എത്ര കടന്ന് പറഞ്ഞാൽ അതാണ് ഇന്ന് ലോകത്ത് എന്ത് വരുന്നു. ഞങ്ങൾക്ക് വീട് വെച്ച് തരാം, മറ്റത് തരാം, എന്തെങ്കിലും തരാം എന്നും പറഞ്ഞെങ്കിലും ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടി കാശ് കൊടുത്ത് ഇങ്ങനെ അവരുടെ മതത്തിലോട്ട് എന്താ ഈ ലോകത്ത് ജനങ്ങൾ കഷ്ടപ്പെടുന്നല്ലോ. അത് അന്ന് പിന്നെ യേശു കർത്താവിൻ്റെ വിഷമം അത് ഇന്ന് ജനങ്ങൾ അതിനെ മനസ്സിലാക്കാതെ, വിഷമം മനസ്സിലാക്കാണ്ട് എങ്ങനെയെങ്കിലും ഈ സഭയിലോട്ട് അവർ ധരിക്കുന്നത് എന്താ, ഈ കർത്താവിൻ്റെ സഭയിലേക്കെന്ന് പറയുന്ന സഭ ഉണ്ടാക്കി അതിലേക്ക് ആളെ നിറയ്ക്കാനുള്ള ചിന്ത. അതാണ് ഈ അറിവില്ലായ്മ എന്ന് പറയുന്നത്. ആവശ്യമുള്ളവർ എവിടെ ചെന്നാലും ഇപ്പം ഞാൻ പറയത്തില്ലേ, ദാഹിക്കുകയും ക്ഷീണിക്കുകയും വിശക്കുകയും ചെയ്താൽ നമ്മൾ ഏത് മനുഷ്യരുടെ കയ്യിൽ നിന്നും ആഹാരം വാങ്ങിച്ച് കഴിക്കും. അപ്പോൾ എത്രമാത്രം നമുക്ക് ആർത്തി ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയും തേടി പിടിച്ച് എത്തിപ്പിടിക്കും. അതാരും അങ്ങോട്ട് പിടിച്ച് കയറ്റിയൊന്നും വേണ്ട, പണം തരികയും വേണ്ട, വീട് വെച്ച് കൊടുക്കുകയും വേണ്ട. നമുക്ക് ആർത്തി, എൻ്റെ ആർത്തി ഉണ്ടപ്പോൾ എനിക്ക് ഇന്ന് തരാമെന്ന് പറഞ്ഞാന്നോ? ഞാൻ എൻ്റെ സന്തോഷം അനുസരിച്ചല്ലയോ അപ്പം നമ്മളെ പറഞ്ഞ് ദൈവം അങ്ങോട്ട് അയക്കും. നീ പോയി അത് പോയി പഠിച്ചിട്ട് വാ അന്ന് ഭഗവാൻ നമുക്ക് ഉള്ളത്തിലിരുന്ന് വെപ്രളം കാണിക്കും. അപ്പോൾ നമുക്കൊരു സാഹചര്യം കിട്ടും, അതിൻ്റെ ഇടം തന്നിരിക്കും, അവിടെ ചെന്നിരിക്കും, അത് അനുഭവിക്കും, അത് മനസ്സിലാക്കും, പഠിക്കും. ഇവിടെ കർത്താവ് ഇതുപോലെ അതായത് പിന്നെ യോഹന്നാനിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 8-ാം വചനത്തിൽ കിടക്കുന്ന വാക്യത്തിൽ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. ഇതെന്താ തെറ്റ്? ഭഗവാനോട് പറയുന്നു, പിതാവിനോട് പറയുന്നു, നീ എനിക്ക് തന്ന വചനം എല്ലാവർക്കും നന്മ കൊണ്ട് നിറയ്ക്കുന്നതല്ല. കർത്താവിന് പ്രത്യേകിച്ച് ഈശ്വരങ്കലേക്കുള്ള വചനം ഉള്ളിലുണ്ട്. ഒന്നീ ഈ ലോകത്ത് വന്ന് പഠിച്ച് നമ്മുടെ ഭഗവാൻ കൃഷ്ണനും ഗുരുകുലത്തിൽ പോയി ഉള്ളിലുണ്ട് കുറേ. കാരണം അവിടെ നിന്ന് വന്നാൽ ഉള്ളിൽ ഒരുപാടുണ്ട്. എങ്കിലും ഈ ലോകത്ത് നടക്കുമ്പോൾ ഈ മനുഷ്യകുലത്തിൽ വന്ന് ജനിച്ച കുറച്ചൊക്കെ കാര്യങ്ങൾ പഠിക്കുകയും വേണം. ദൈവികത്തിലുള്ള എല്ലാം ഉള്ളിലുണ്ട്. കുറേയൊക്കെ അവതാരം എടുക്കുമ്പോൾ മനുഷ്യനായിട്ടല്ലേ വരുന്നത്. അപ്പോൾ കുറച്ച് പഠിക്കണം. കർത്താവായ യേശു ഇവിടെ വന്ന് പഠിച്ചു, എങ്ങനെയോ ആക്കട്ടെ. അപ്പോൾ ഭഗവാനോട് പറയുന്നു, പിതാവിനോട് പറയുന്നു, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. ആർക്ക് കൊടുത്തു? കുറച്ച് ശിഷ്യന്മാരെങ്കിലും. ഇപ്പം എനിക്ക് കുറച്ച് മക്കൾ ഇങ്ങനെ അമ്മയുടെ വചനം ഇനിയും കേൾക്കണം, അമ്മ പറഞ്ഞ് നല്ലതായിട്ട് എനിക്ക് മനസ്സിലായി, ഇനിയും തരണം എന്ന് പറയുന്നത് പോലെ അന്നും കുറച്ച് ജനങ്ങൾ കർത്താവിനോടൊപ്പം ചേർന്നു. അതുകൊണ്ട് അങ്ങനെ ചേർന്ന ശിഷ്യന്മാരെ ആക്കിയെടുത്തു. അപ്പം ഗുരുവും ശിഷ്യനുമായി. അപ്പം ഗുരുവായിരിക്കുന്ന ഈ കർത്താവ്, യേശു കർത്താവ്, ഈ പരമാത്മാവായിരിക്കുന്ന ഭഗവാന്റെ നമ്മുടെ ഈ ബൈബിളിനെ കണക്ക് നമുക്കും ഇപ്പം ഭഗവത്ഗീത അങ്ങനെയുള്ളതാണ്, ആ വചനങ്ങളാണ്. ഇപ്പം നമ്മൾ ഭഗവത്ഗീതയെന്നോ ഭാഗവതത്തിൽ നിന്നോ എടുക്കുന്ന വചനം പോലെ
ആ വചനം തന്നെയാണ് കർത്താവും കൊടുക്കുന്നത്. ഭാഷ അവിടെ മാറ്റമായിരിക്കും. ഇത് നമുക്കിവിടെ ഇവിടെ വന്നപ്പോൾ നമുക്ക് കേരളത്തിലും മലയാളത്തിൽ തന്നേക്കുന്നത്. അപ്പോൾ ഈ നല്ല വചനങ്ങൾ എങ്ങനെ ആ വചനം ഈശ്വരങ്കിലേക്ക് യോഗിയായിത്തീരാൻ, അടുക്കാൻ, പരമാത്മാവിൽ ലയിക്കാനുള്ള വചനമാണ്. ഈ വചനം അവർക്ക് കൊടുത്തു. എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അവർ അത് കൈക്കൊണ്ടു. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചുമിരിക്കുന്നു. അപ്പോൾ നല്ല വചനം കേൾക്കുമ്പോൾ നല്ല ഭക്തന്മാർ മനസ്സിലാക്കും, അയ്യോ ഇത് കർത്താവ്, യേശു കർത്താവ്, ഭഗവാൻ, ഈശ്വരൻ തന്നെ, ഇതൊക്കെ എന്തൊരു ആനന്ദമായി എന്ന് ഈ ശിഷ്യന്മാരങ്ങ് മനസ്സിലാക്കി. കാരണം എന്താ, ദാഹിച്ചിരിക്കുകയായിരുന്നു അവർ, ഈശ്വരവചനം കേൾക്കാനായിട്ട് ദാഹിച്ചിരുന്നത്. അപ്പോൾ കർത്താവ് വന്ന് ഈശ്വരവചനങ്ങൾ അവർക്ക് കൊടുത്തു. അവർ അത് കൈക്കൊണ്ടു. നല്ലതുപോലെ, എനിക്ക് പരീക്ഷിത് മഹാരാജ പറയും, ഇനിയും കേൾക്കണം, ഇനിയും കേൾക്കണം. സുഖമഹാമനി വീണ്ടും വീണ്ടും കൊടുക്കുന്നു. ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഈ കർത്താവ് വീണ്ടും വീണ്ടും കൊടുക്കുന്നു. അപ്പോൾ എന്ത് പറഞ്ഞു, ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും. അപ്പോൾ കർത്താവ് പിതാവായ ദൈവത്തോട് പറയുന്നു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തപ്പോൾ അവരറിയുന്നു പിതാവേ, ഞാൻ അവിടുന്ന് തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് എൻ്റെ ശിഷ്യന്മാരറിഞ്ഞു. നീ എന്നെ അയച്ചു എന്നും അവർ വിശ്വസിച്ചുമിരിക്കുന്നു. നമ്മളും വിശ്വസിക്കത്തില്ലേ അങ്ങനെ? നമ്മൾ ആരായാലും വിശ്വസിക്കും. ഈ ലോകത്ത് ചെയ്യാത്ത നന്മകൾ ചെയ്യുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, അത് പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ നമ്മളും ചിന്തിക്കുക, അയ്യോ ഇത് ഈശ്വരവചനമാ, ഇത് പിതാവിൻ്റെ അടുക്കൽ വന്ന കുട്ടി തന്നെയാ, ഇത് ദൈവ പൈതൽ തന്നെയാ, ഇത് ദൈവപുത്രനാണ് എന്ന് ഭക്തന്മാർ വിശ്വസിക്കും. കൃഷ്ണൻ വന്നപ്പോൾ കംസനെ പോലുള്ളവർ എന്തു പറയും, കൃഷ്ണനെ വധിക്കണം. ഭക്തന്മാർ അക്രൂരനും ഉദ്ധവരും ഈ ഗോപികളും എന്ത് ചിന്തിച്ചു, ദൈവമേ ഇത് ദൈവമാ, ഇത് ദൈവമാ, ഇത് പിതാവാണ്, ഇത് അതാണ്, ഇതാണെന്ന് ഭക്തന്മാർ വിശ്വസിച്ചില്ലേ? ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, യേശു പറയുന്നു, പിതാവേ ഞാൻ അവിടുന്ന് വന്നെന്ന് എൻ്റെ ശിഷ്യന്മാരെല്ലാം, ഇവിടെയുള്ളവരെല്ലാം വിശ്വസിക്കുന്നു. എന്നെ അവിടുന്ന് ഇങ്ങോട്ട് അയച്ചു എന്ന് അവർ വിശ്വസിച്ചിരിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഈ ശിഷ്യന്മാർ കർത്താവ് പറഞ്ഞതനുസരിച്ച് എല്ലാം വിശ്വസിച്ചു. പിതാവിൻ്റെ അടുക്കെന്ന് വന്നെന്ന്, ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണെന്നും എല്ലാവരും വിശ്വസിച്ചുകൊണ്ട് കർത്താവിന് അത്രമാത്രം സ്നേഹം, പ്രിയം. എന്താ പ്രിയം? പിതാവേ അവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ എന്താ അർത്ഥം? നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിച്ചാൽ എന്താ, അത്ര സ്നേഹമാ യേശുവിന്. ആ സ്നേഹം കൊണ്ടാണ് എൻ്റെ മക്കൾ, എൻ്റെ കുട്ടികൾ, എൻ്റെ ശിഷ്യന്മാർ, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവേ എന്നിൽ അവർ വിശ്വസിച്ചിരിക്കുന്നു. ഞാൻ അവിടുന്ന് വന്നെന്നും അവിടുത്തെ പിതാവിൻ്റെ കൽപ്പനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെന്നും ഇതെല്ലാം ഈ കുട്ടികൾ, ഈ പൈതങ്ങൾ, ഈ അറിവില്ലാ പൈതങ്ങൾ, ഈ ശിഷ്യന്മാരായിരിക്കുന്ന ഒന്നും അറിയാത്ത പാവം പിള്ളേർ വിശ്വസിക്കുന്നു. കർത്താവേ, പിതാവേ അതുകൊണ്ട് എനിക്ക് അവർക്ക് വേണ്ടി അപേക്ഷിക്കണം. പിതാവ് എന്തായാലും ഞാൻ പറഞ്ഞ കേൾത്തേ പറ്റൂ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറയുന്നു, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട്. ഇവിടെ തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ എന്താണ്? കർത്താവ് പറയുമ്പോൾ, യേശു കർത്താവ് പറയുമ്പോൾ അത് വിശ്വസിച്ച് ആ കർത്താവിൻ്റെ കൂടെ ചേർന്ന് അത് ഒത്തു നിൽക്കുമ്പോൾ അത് ഈശ്വരൻ തന്നെ ആക്കി കൂട്ടുന്നത്, അല്ലെങ്കിൽ നടക്കത്തില്ല. എന്തുകൊണ്ട്? കുറേ പേർക്ക് മാത്രമേ ഇത് ഉള്ള, ബാക്കി ആർക്കും എന്താ കിട്ടാത്തത്? അതുകൊണ്ട് നീ എനിക്ക് തന്നിട്ടുള്ളവർ, ഈ ശിഷ്യന്മാരെല്ലാം എനിക്ക് തന്നത് ആരാണ്? പിതാവ് തന്നെയാണെന്ന് പുത്രൻ അങ്ങോട്ട് പറയുന്നു. പിതാവേ നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരാകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. പിതാവിൻ്റെ സന്തതികളാണ് ഇവരെല്ലാം. അവരെ നീ എനിക്ക് തന്നു. ഞാൻ പറഞ്ഞ് കേൾക്കുന്നു അവർ. ഞാൻ അവിടുന്ന് വന്നു എന്ന് ഇവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു പിതാവേ എന്ന്. എത്രമാത്രം സ്നേഹമാണ് ഇതിലുള്ളത്! ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് കേട്ടാൽ ആരെങ്കിലും, ഭക്തന്മാരായിട്ടുള്ള ആരെങ്കിലും ഈ കർത്താവിനോട് എന്തെങ്കിലും ദോഷം പറയൂ? എന്താ പറയാ? നീ എനിക്ക് വേണ്ടി ഇവരെ തന്നു. ഞാൻ ഈ കൽപ്പനകൾ കൊടുക്കാൻ എനിക്ക് ആരും വേണ്ടേ? ഈ ലോകത്തിലുള്ളവരെല്ലാം ലൗകികന്മാരാണ്. അവരെ വിളിച്ചാൽ ഞാൻ എൻ്റെ പൊന്നുമക്കളെ, ഞാൻ പറഞ്ഞു 1-2 വീടുകളിൽ ഞാൻ പോയി ഭാഗവതം പഠിപ്പിക്കാൻ, എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാം, ദൈവത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞു. പക്ഷെ ആർക്കും വേണ്ട. ഇവിടെ കർത്താവിന് സംഭവിച്ച, കർത്താവിന് വെപ്രാളം. കർത്താവിനെ പോലെ അവരും ആകണം, ഈശ്വരങ്കലിൽ എത്തണം, ലയിക്കണം, പരമാത്മാവിൽ ചേരണം എന്നുള്ള വെപ്രാളം കൊണ്ട് ഓരോരുത്തരെ വിളിക്കും. വരൂ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിപ്പിക്കുന്നവരാക്കും. നിങ്ങൾ മത്സ്യം പിടിക്കുന്നവരല്ല. മുക്കുവന്മാരെ വിളിച്ചിട്ട് നിങ്ങൾ മത്സ്യം പിടിക്കാൻ നിങ്ങളെ മനുഷ്യരെ പിടിപ്പിക്കുന്നവരാക്കും. എന്താ? ശിഷ്യന്മാരാകാൻ കർത്താവിന് അത്ര കൊതിയാണ്. എന്താ കൊതി? പിതാവിനടുക്ക നമ്മൾ എത്തപ്പെടണം. നമ്മൾ മനുഷ്യരായിട്ട് ഇവിടെ അവതരിച്ച് വെറുതെ നമ്മളിവിടെ ജനിച്ച് മൃഗങ്ങളെ പോലെ കളയാനല്ല നമ്മുടെ സമയം.
അതിന് കർത്താവ് അത്രത്തോളം വേദനിക്കുന്നു. അദ്ദേഹത്തിനെ പോലെ നമ്മളും ആകണമെന്ന് അവിടെ ആഗ്രഹിക്കുന്നു. ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് അല്പമേ ഉള്ളൂ എന്നേ ഉള്ളൂ, കർത്താവിന് ഒരുപാടുണ്ട്, എനിക്ക് ഇച്ചിരിയേ ഉള്ളൂ. പക്ഷെ ഞാൻ ഉള്ളത് ഈ ഭക്തമക്കൾക്ക് കൊടുക്കണം, ഈശ്വരങ്ങളിലേക്ക് അടുപ്പിക്കണം, ഈശ്വരനിൽ ലയിക്കണം. ഇതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്ത് തെറ്റാ കർത്താവ് ചെയ്യുന്നത്? നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട്. എനിക്കും പറയാം, ഞാൻ പറയുന്നുണ്ടല്ലോ കൂടെ കൂടെ, മക്കളെ നിങ്ങൾ എൻ്റെ മക്കളാവാൻ കാരണം എൻ്റെ ഭഗവാൻ തന്നെയാണ് എന്നെ ഇതിന് ഉള്ളത് ഇച്ചിരിയേ ഉള്ളെങ്കിലും അത് പങ്കിട്ട് കൊടുക്കാൻ വേണ്ടി കുറച്ച് മക്കളെ എനിക്ക് തന്നു. ഞാൻ എന്താ പറയുന്നത്? ഇത് തന്നെ ഞാനും പറയുന്നത്, ഇത് തന്നെ കർത്താവിൻ്റെ ആദർശം. എന്ത് തെറ്റാ അവിടെ ഉള്ളത്? നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരാണ്. എന്താ കാരണം? ഭക്ത മക്കൾ മാത്രമേ ദൈവത്തിൻ്റെ മക്കളായിട്ടുള്ളൂ. ഭാഗവതം കേൾക്കുന്ന മക്കൾ അതിനെ ഓർത്ത് അയ്യോ ഇനിയും കിട്ടണം, എൻ്റെ ഭഗവാന്റെ വചനങ്ങൾ എനിക്ക് കേട്ടത് പോരാ പോരാ എന്നെന്താ പറയുന്നേ? അത് ദൈവ പൈതലായതുകൊണ്ടാണ്. എന്താ കുറച്ചും കൂടെ കിട്ടി നന്നായി ഈശ്വരനിലേക്ക് ചേരണമെങ്കിൽ കുറേ അറിവ് കിട്ടണം. ഈ അറിവിന് വേണ്ടിയാണ് നിങ്ങൾ ദാഹിക്കുന്നത്. ഈ ദാഹം തീർക്കാനാണ് അല്പമേ എന്നിലുള്ളെങ്കിലും എൻ്റെ പിതാവായ ദൈവം ഇതിനു വേണ്ടി എന്നെ നിയോഗിച്ചെന്നേ എനിക്കും പറയാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരാണ്, പിതാവിൻ്റെ മക്കളാണ് ഇവർ. ആകൊണ്ട് അവർക്ക് വേണ്ടി എത്രയേ ഞാൻ അപേക്ഷിക്കുന്നത്. ഞാനും ഇതാ മക്കളെ പറഞ്ഞത്, എന്തെങ്കിലും എന്നിൽ അല്പം ഉണ്ടെങ്കിൽ ഇത് ഈ കുട്ടികളായ നിങ്ങൾ എൻ്റെ മക്കളായവർ ഇത് മനസ്സിലാക്കി ഈശ്വരനിലേക്ക് അടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇത് മനസ്സിലാക്കാതെ എങ്ങനെ കിട്ടും? അത് ഇതിന് വലിയ പാടാണ്. എൻ്റേതെല്ലാം നിൻ്റേതും നിൻ്റേത് എൻ്റേതും ആകുന്നു. അപ്പോൾ എന്താ അവിടെ കർത്താവ് പറഞ്ഞേക്കുന്നത്? എൻ്റേതെല്ലാം. അപ്പം ഈ നിൻ്റേതെന്ന് പറഞ്ഞാൽ പിതാവിൻ്റേത്. ഒരു പിതാവിൻ്റെതെല്ലാം നമ്മുടെ മക്കൾക്കുള്ളതാണ്. ഇവിടെ ആരാ അപ്പോഴും മക്കൾ? കർത്താവേ ഉള്ളു. ഈ ശിഷ്യന്മാരെല്ലാം അവിടുന്ന് വന്നതാണ്. അവർക്ക് വേണ്ടി ഈ പിതാവിനോടൊപ്പം ചേരാൻ വേണ്ടി അയച്ച കുറച്ച് ഭക്തന്മാരാണ്. പക്ഷെ അവർക്ക് എല്ലാം അറിഞ്ഞൂടാ. അറിവ് കൊടുക്കാനായിട്ട് പറഞ്ഞു കൊടുക്കാനും ഇത് പ്രവൃത്തിയിലാക്കാനും കൽപ്പനകളെ പ്രമാണിക്കാനൊക്കെയാണ് കർത്താവ് ഇവിടെ പറഞ്ഞു കൊടുത്തിട്ട് എല്ലാ അറിവും നേടുമ്പോഴേ എൻ്റേത് പിതാവായ ദൈവം എൻ്റേതെന്ന് പറയാൻ ഈ ശിഷ്യന്മാർക്ക് പറ്റും. അതുവരെ അറിവില്ലല്ലോ. അറിയാൻ വേണ്ടിയാണ് കർത്താവ് കൊടുക്കുന്നത്. അപ്പോൾ കർത്താവ് പിതാവിനോട് ചോദിക്കുന്നു, നിൻ്റേതെല്ലാം എൻ്റേതാണ്. എനിക്കും പറയാം, എൻ്റെ പിതാവായ ദൈവം അത് കൃഷ്ണനാണോ, ഏത് രൂപമാണോ, അരൂപിയാണോ, എങ്ങനെ നമുക്ക് സങ്കല്പിക്കാം. അപ്പം എനിക്ക് പറയാം, ഞാൻ എൻ്റെ പിതാവിൻ്റെ പുത്രിയാണ്. ഞാൻ എപ്പോഴും മക്കളെ നിങ്ങളോട് പറയില്ലേ, നമ്മുടെ യഥാർത്ഥ ഒരു ഭക്തൻ ദൈവ പൈതൽ എന്ന് പറയണമെങ്കിൽ പിതാവിന് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോഴാണ്. ഈ പിതാവിൻ്റെ ഇഷ്ടം എന്താണ് അത് നമ്മളിവിടെ പ്രവർത്തിക്കുമ്പോഴാണ്. എല്ലാം നന്മ മാർഗങ്ങളാണ്. അത് നമ്മൾ എപ്പോൾ അങ്ങനെ ആയിത്തീരുമ്പോഴേ നമ്മളും പിതാവിൻ്റെ സന്തതികളാവൂ. ഇല്ലെങ്കിൽ നമ്മളുടെ മനുഷ്യ രൂപമേ നമുക്ക് ആകുന്നുള്ളൂ, നമ്മൾ പുത്രികളാകുന്നില്ല. എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടി. ഇവിടെ ലോകത്തുള്ള പുഴു തൊട്ട് ബ്രഹ്മാവ് വരെ സൃഷ്ടികളാണ്. എല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്. അതിലൊരു അംശമേ നമ്മളും ആകും. നമ്മൾ യഥാർത്ഥമായുള്ളതിനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ എവിടുന്ന് വന്നെന്നും ദൈവത്തിൻ്റെ മക്കളാണെന്നും നമ്മൾ തിരിച്ചറിയും. അതുവരെ നമ്മളും സൃഷ്ടിയേ ആകുന്നുള്ളൂ, ദൈവപുത്രിയോ പുത്രനോ ആകുന്നില്ല. ഇവിടെ കർത്താവ് പറഞ്ഞേക്കുന്നത് നിൻ്റേതെല്ലാം എൻ്റേതാണ്. എനിക്കും തീർത്ത് പറയാം, എൻ്റെ പിതാവിൻ്റെതെല്ലാം എൻ്റേതാണ്. അതുകൊണ്ടാണ് മക്കളെ നിങ്ങളെല്ലാം എൻ്റെ മക്കളെന്ന് ഞാൻ പറയാൻ കാരണം. ഞാൻ അറിയാതെ തന്നെയാണ് ഇതൊക്കെ പറയാം. എൻ്റെ ഉള്ളിൽ അങ്ങനെയാണ്. എൻ്റെ പിതാവിൻ്റെ മക്കളാണോ നിങ്ങളെല്ലാവരും? ആരെല്ലാം ഇതിനകത്ത് എൻ്റെ ഈ പറയുന്ന വാക്കുകൾ, ഈ ഭഗവത്ഗീതയായാലും ഭാഗവതമായാലും ബൈബിളായാലും ഇത് തന്നിരിക്കുന്ന വചനങ്ങൾ നിങ്ങളത് കേൾക്കുകയും പഠിക്കുകയും ശ്രദ്ധിക്കുകയും ഈശ്വരനോട് അത്രമാത്രം താല്പര്യപ്പെടുകയും ചെയ്യുമ്പോൾ അത് എൻ്റെ മക്കളല്ലേ? ഞാൻ അവിടുത്തെ മക്കളാവുമ്പോൾ നിങ്ങളും അതല്ലേ? അതുകൊണ്ട് പിതാവ് ദൈവത്തിനോട് ഈ പുത്രൻ പറയുന്നു, എൻ്റേത് എല്ലാം നിൻ്റേത്. അതായത് ഈ ശിഷ്യന്മാർ, ഇന്ന് ഞാൻ ഉൾപ്പെടെ, ഞാനും കർത്താവിൻ്റെ ശിഷ്യയാണ്. അപ്പോൾ എൻ്റെ ആ കർത്താവിൻ്റെ ശിഷ്യന്മാർ ആരാണ്? അവരെല്ലാം ആരുടെയാ? പിതാവിൻ്റേത്. അത് ഇപ്പോൾ കർത്താവിൻ്റെ ആദർശങ്ങൾ പഠിക്കുന്നവരെ കർത്താവിൻ്റെതായിട്ട് കിടക്കുക നമ്മളെല്ലാവരും. അപ്പോഴും ശിഷ്യന്മാരെല്ലാം എൻ്റേതാണെന്ന് കർത്താവ് പറഞ്ഞു. അതെല്ലാം നിൻ്റേത് തന്നെ, ഈശ്വരൻ്റെ തന്നെ. അതാണ് ഇവിടെ പറയുന്നത്, എൻ്റേത് എല്ലാം നിൻ്റേത് എൻ്റേതും ആകുന്നു. ഞാൻ അവരിൽ മഹത്വപ്പെട്ടും ഇരിക്കുന്നു. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല. ഒടുക്കം ഇത്രയെല്ലാം പിതാവിനോട് കർത്താവ് പറയുന്നു, ശിഷ്യന്മാർക്ക് ഞാൻ കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു പിതാവേ,
അവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ മുറ പോലെ ശിഷ്യന്മാർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അവർക്ക് വേണ്ടി എനിക്ക് അപേക്ഷിക്കണം. ഞാനിനി ഇവിടെ ഇരിക്കുന്നില്ലല്ലോ, ഇനി പിതാവിലേക്ക് വരുമല്ലേ, ഞാനിവിടെ താമസിക്കുന്നില്ലല്ലോ, എൻ്റെ സമയം കഴിഞ്ഞു വരുന്നു പിതാവേ. അതുകൊണ്ട് എൻ്റേതെല്ലാം നിൻ്റേതും നിൻ്റേതെല്ലാം എൻ്റേതുമാകുന്നു. ഞാൻ അവരിൽ മഹത്വപ്പെട്ടുമിരിക്കുന്നു. അവർ മനസ്സിലാക്കി ഞാൻ എവിടെ നിന്ന് വന്നുവെന്ന്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നുവെന്ന് എൻ്റെ ശിഷ്യന്മാർ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല. കർത്താവ് പറയുന്നു, ഇനി ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു പിതാവേ. ഈ ശിഷ്യന്മാരും ഇപ്പോൾ എൻ്റെ കൂടെ വരുന്നില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് തന്നെ പിതാവിൻ്റെ അടുക്കലേക്ക് വരുമല്ലേ. കാരണം കുരിശി തറയ്ക്കുന്ന സമയം അടുത്ത് വരുമ്പോൾ പുത്രൻ അറിയുന്നു ഞാനിവിടെ ഇരിക്കുന്നില്ല, ഇനി ഇവരോ ഈ ശിഷ്യന്മാരിനി ഈ ലോകത്തിൽ ഇരിക്കുന്നു, ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെ അടുക്കിലേക്ക് വരുന്നു. എന്നാൽ എൻ്റെ ശിഷ്യന്മാരായ ഇവരോ ഇവിടെ തന്നെ കഴിയുവാണല്ലോ, അവർ കുറേ കാലം കൂടെ ഇവിടെ കഴിയണം. ഇനി ഈ വചനങ്ങളെല്ലാം അവർക്കും കുറേ ആൾക്കാർക്ക് അവരും വേണം ഇത് കൊടുക്കാൻ. കാരണം അവരിൽ കൂടി കർത്താവ് അങ്ങ് ചെന്നെങ്കിലേ പരിശുദ്ധാത്മാവായ കാര്യസ്ഥൻ ഈ ശിഷ്യന്മാരിലേക്ക് വരണം. അത് കർത്താവ് അങ്ങ് ചെന്നിട്ട് അത് പരിശുദ്ധാത്മാവായി ഈ ജനങ്ങളുടെ ഈ ശിഷ്യന്മാരുടെ ഉള്ളിൽ വരുമ്പോഴാണ് കർത്താവിൻ്റെ വേല അവരും ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഈ ചെയ്യുന്നു അത് തന്നെയാണ്. എനിക്കും ആ പരിശുദ്ധാത്മാവ് എന്നിൽ എൻ്റെ പിതാവായ ദൈവം അനുഗ്രഹത്തിൽ കൂടി പ്രത്യക്ഷമായി എൻ്റെ മുമ്പിൽ പല തവണ പ്രത്യക്ഷമായത് കൂടാതെ ദർശനത്തിൽ കൂടി ഒരുപാട് തവണ എനിക്ക് കിട്ടിയതിൻ്റെ ഫലമാണ് ഞാനിത് എൻ്റെ മക്കൾക്ക് തരുന്ന ഈ പറഞ്ഞ കാര്യങ്ങൾ. എനിക്കിത് ഭഗവത്ഗീതയോ ഇതൊക്കെ വായിക്കുമ്പോൾ ഞാൻ വായിച്ച് പഠിച്ചിട്ടല്ല ഇതൊന്നും തരുന്നത്. ഇത് ഞാൻ ഒന്ന് നോക്കുന്നു, നിങ്ങൾക്ക് തരുന്നു, അത്രയേ ഉള്ളൂ. ഈ ബൈബിൾ തന്നെ ബൈബിൾ അവിടെ എല്ലാവരും ഇത് വായിച്ചെന്ന് പറഞ്ഞാൽ ആർക്കും ഇത് പഠിക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് ഉള്ളിൽ ഒരു ഈശ്വരൻ അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ അത് കയറുകയുള്ളൂ, ഇല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചങ്ങ് പോകും. അതുകൊണ്ട് ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, പരിശുദ്ധമായിരിക്കുന്ന പിതാവേ, ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു. ഇവരോ എൻ്റെ ഈ ശിഷ്യന്മാരായി എൻ്റെ വചനം, ഈ പിതാവിൻ്റെ വചനം ഞാൻ എന്നിൽ കൂടി അങ്ങയുടെ മക്കൾക്കായിട്ടിവിടെ ഞാൻ കൊടുത്തു. അവരിനിയും ഈ ലോകത്തിൽ കുറേ നാൾ ഇരിക്കണ്ടേ. അതുകൊണ്ട് അവർ നമ്മെപ്പോലെ ഒന്നാകണം. അതാണ് കർത്താവിൻ്റെ ആഗ്രഹം, നമ്മെപ്പോലെ. നമ്മെപ്പോലെ പിതാവും ഈ പുത്രനും ഒന്നായിത്തീരുന്നു. അതാണ് നമ്മെപ്പോലെ ഒന്ന്, ഏകമാണ്, ഏകീകരിക്കുന്നു. അതാണ് പിതാവും പുത്രനും. അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. അപ്പോൾ അവരും നമ്മെപ്പോലെ ആകണം. നമ്മളെ ഭഗവത്ഗീത എന്താ പറയുന്നത്? പരമാത്മാവിൽ എന്നിൽ, ആ പരമാത്മാവ് നമ്മൾ ലയം പ്രാപിപ്പിക്കണം, ഒന്നായിത്തീരണം, യോഗിയായിത്തീരണം. ഇവിടെ എന്ത് തെറ്റാ ഈ ബൈബിള്? അറിവുള്ളവർ വായിച്ചാലേ ഇത് അറിവുള്ള വെച്ചാൽ ഇത് മനസ്സിലാക്കി കഴിയാനുള്ള ത്രാണിയുള്ളവർക്ക് വായിച്ചാൽ ഇത് ഒന്നാം തരമല്ലേ. അതിനെ എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ ആർക്ക് പാപം? പറയുന്നവർക്ക് പാപം. അത് അങ്ങനെ ഒരു പാപം എൻ്റെ ഭക്തമക്കൾക്ക് ഉണ്ടാവാതിരിക്കാനാണ് ഇത് ഞാൻ പറയുന്നത്. ഇന്ന് ലോകത്തെല്ലാവരും മതം വളർത്തുന്നവരാണ് മക്കളെ. അതുകൊണ്ടാണ് ഇതൊന്നും യഥാർത്ഥത്തിൽ ഇതൊക്കെ ഗൂഢമായ ഈ രഹസ്യങ്ങളെല്ലാം ഒളിച്ചു വെച്ചിട്ട് ഇപ്പം നമ്മുടെ ഹൈന്ദവരിലും ഇതെല്ലാം അറിവുള്ളവർ കാണും, പക്ഷേ അവരും അജ്ഞാനികളാണ്. ഞാൻ പറയുന്നത് തുറന്ന് അവർ പറയത്തില്ല. എന്താ പറയാത്തത്? ഹൈന്ദവരിൽ നിന്ന് മതം മാറി പൊക്കളെന്ന് ഭയന്നിട്ട് ഒരിക്കലും പാടില്ല മക്കളെ. ഹൈന്ദവരും എല്ലാവരിലും പരമാത്മാവ് തന്നെയാണ്, എങ്ങോട്ട് മാറിപ്പോകേണ്ട കാര്യമില്ല. ഇതെല്ലാം ഏകമായ ദൈവത്തിൻ്റെ കാര്യം തന്നെയാണ്. അറിവില്ലാത്തത് കൊണ്ടാണ് കർത്താവ് അത്ഭുതം കാണിക്കുന്നത്, എന്നാൽ അതിലോട്ട് മാറാം. ഒരിക്കലും അങ്ങനല്ല. ഈശ്വരൻ ഏകനാണ്, അത് എല്ലാവരിലും അത്ഭുതം പ്രവർത്തിക്കും. എന്താ കാരണം? നമ്മൾ അറിയാത്തതുകൊണ്ടാണ്. നമുക്ക് ഉള്ളിൽ, നമ്മുടെ ഉള്ളത്തിൽ ഈ കർത്താവ് നമ്മുടെ ഉള്ളത്തിലിരിക്കട്ടെ, എങ്ങും അത് മാറി പോകണ്ടല്ലോ. ഇത് നമ്മൾക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നമുക്ക് സർവ്വം നിറച്ച് നമുക്ക് തരുമല്ലോ. അത് അന്നേ ഇത് പറഞ്ഞേക്കുന്നില്ലേ, ഞാൻ അവിടേക്ക് വരുന്നു പിതാവേ, എനിക്കിവിടെ സമയമായി. ഇനി ഇവരാണ് ഈ ലോകത്തിൽ കറങ്ങി നടക്കേണ്ടി, എല്ലാവരെയും നന്നാക്കാനുള്ള എല്ലാ അറിവും ഞാൻ അവർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട് ശിഷ്യന്മാർക്ക്. അതുകൊണ്ട് നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. നിന്റെ നാമത്തിൽ, അതാണ് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ. അല്ല കർത്താവിൻ്റെ നാമത്തിൽ എന്നിവിടെ പറയുന്നില്ല. അപ്പോൾ എന്താ അവിടെ പറയുന്നത്? ഞാൻ നിന്റെ അടുക്കൽ വരുന്നു പരിശുദ്ധ പിതാവേ. അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന്. അപ്പോൾ ഈ ലോകത്ത് ഉള്ള ശിഷ്യന്മാരായിട്ടിരിക്കുന്ന കർത്താവിൻ്റെ ആദർശം എന്താണ്, കൽപ്പനകൾ എന്താണ്, പ്രവൃത്തികൾ, ഇതൊക്കെ അവരെ പഠിപ്പിച്ചു. അങ്ങനെയുള്ള ഈ ശിഷ്യരായ മക്കൾ നമ്മെ പോലെ ഒന്നാകേണ്ടതിന്, പിതാവും പുത്രനും ഒന്നെന്ന് പറയുന്നത് പോലെ, ഏകീകരിക്കുന്നത് പോലെ അവരും അതുപോലെ ചേരാൻ, ഒന്നാകാൻ
നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ. അപ്പൊ എന്താ നിന്റെ നാമം? ഈ പിതാവും പുത്രനും ഏകമാണെന്നുള്ള നാമമായിരിക്കും, ഒന്നാണല്ലോ. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നു? യേശുവേ എന്ന് വിളിച്ചാലും പിതാവ് വിളി കേൾക്കും, കൃഷ്ണ എന്ന് വിളിച്ചാലും പിതാവ് വിളി കേൾക്കും. അത് തന്നെയാണ് കാരണം. ഇവിടെ അതുകൊണ്ടാണ് എനിക്കിത് തീർത്ത് പറയാൻ പറ്റുന്നത്. ഇവിടെ കർത്താവേ എന്ന് വിളിച്ചാൽ നിന്റെ നാമത്തിൽ എന്ന് പറയും. കർത്താവ് ആരാ? ആ സൃഷ്ടി ചെയ്ത ആ പിതാവിൻ്റെ യഥാർത്ഥ പുത്രനാവുമ്പം പിതാവിൻ്റെ അവകാശം പുത്രനില്ലേ? ഞാൻ എൻ്റെ അച്ഛനോട് പറയുന്നത്, അച്ഛാ എൻ്റെ ഒരു കൂട്ടുകാരിയോടെ നിൽക്കുക, അച്ഛാ എനിക്ക് അവർക്ക് ഇന്നത് കൊടുക്കണം. ഞാൻ പറയാം, എൻ്റെ അച്ഛൻ കേൾക്കത്തില്ലേ? കേൾക്കും. എന്നെ ജനിപ്പിച്ച എൻ്റെ അച്ഛനും അമ്മയും അവരോട് ഞാൻ പറയുന്നത്, യഥാർത്ഥ മക്കളാണ് ഞാനെങ്കിൽ എനിക്ക് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും കേട്ടേ പറ്റൂ. അച്ഛാ എന്നോട് പഠിക്കുന്ന ആണ്ട കുട്ടി എന്നോട് വന്നിരിക്കുക, അച്ഛാ ഇന്നത് എനിക്ക് അവർക്ക് കൊടുക്കണം. അതിനെന്താ മക്കളെ, കൊടുത്തോ? ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ കാര്യം. അതുകൊണ്ട് അവർ നമ്മെ പോലെ ഒന്നാകണം എന്നാണ് ഇവിടെ കർത്താവ് പറയുന്നത്. യേശു കർത്താവ് മറ്റൊന്നും പറയുന്നില്ല. ഞാനും എൻ്റെ പിതാവും ഒന്നാണ്, നിന്നെപ്പോലെ ഞാനും എന്നെപ്പോലെ അത് ഒന്നായിത്തീരുന്നു, നിൻ്റെതെല്ലാം എൻ്റെതും എൻ്റെതെല്ലാം നിൻ്റെതുമാണ് എന്ന് പറയുന്നത് പോലെ ഈ മനുഷ്യർ ഇവിടെ എത്രമാത്രം ശിഷ്യന്മാരെ കർത്താവ് കൈക്കൊണ്ട് അവരും അതോടെ ഇനി ഇനിയും വരാനിരിക്കുന്നു. ഇപ്പം ഇനി എത്രമാത്രം ഇനിയും വരാനിരിക്കുന്നു. ആ കൽപ്പന പ്രകാരം ഈ ലോകം ഉള്ളിടത്തോളം കാലം നമുക്ക് ഭഗവത്ഗീതയുള്ളതും എന്ത് പുരാണത്തിലുള്ളതും ഇവിടുന്ന് മാഞ്ഞു പോകത്തില്ല. ഇതെല്ലാം ഇവിടെ നിലനിൽക്കുന്നതാണ്, സത്യമാണിതെല്ലാം. ഇതൊക്കെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരോടുകൂടെ ഞാനിവിടെ ഇരുന്നപ്പോൾ ഇനി ഞാൻ ഇരിക്കുന്നില്ല, ഞാൻ വരുവാണ് അങ്ങോട്ട്. അതുകൊണ്ട് ഇത്രയും നാൾ ഞാൻ അവരോട് ഇരുന്നു. ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. അപ്പോൾ പിതാവിനും പുത്രൻ എന്ന് പറഞ്ഞ പോലെ ആ പിതാവിൻ്റെ നാമത്തെ തന്നെ ഈ പുത്രന്മാരെ കാത്ത് രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന് മാത്രമേ ഈ ദുഷ്ടരായ ഹെരോദാവും ഒക്കെ കർത്താവിനെ ഉപദ്രവിക്കുന്നുള്ളത്. ശിഷ്യന്മാർക്ക് അങ്ങനെ വരുത്തരുതേ എന്നാണ് കർത്താവ് പ്രാർത്ഥിച്ചത്. എനിക്ക് തന്ന ഉപദ്രവം പോലൊന്നും അവർക്ക് വന്നുകൂടാ. അതിന് എന്ത് പറയുന്നു? അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തെ ഞാൻ കാത്തുകൊണ്ടിരുന്ന ഒരു ദുഃഖവും വരുത്താതെ. ഒരു വിഷമം എൻ്റെ ശിഷ്യന്മാർക്ക് വന്നുകൂടാ. സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും കർത്താവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും മക്കളുടെ ഈ ശിഷ്യന്മാരുടെ ഒന്നും വിഷമിച്ചുകൂടാ. അവർക്കുള്ള ഒരു നഷ്ടം അവർക്ക് വന്നുകൂടാ. ആരും അവരെ ഉപദ്രവിച്ചുകൂടാ. അത് പിതാവിനോട് പറയുന്നു, പ്രത്യേകിച്ച് പറയുന്നു, എൻ്റെ നാമത്തിൽ ഞാൻ നിൻ്റെ നാമത്തിനെ ഞാൻ കാത്തുകൊണ്ടിരിക്കുന്നു. ഇനിയും അവരെ കാത്തുകൊള്ളണം. എനിക്ക് സമയമായി അവിടേക്ക് വരാൻ. അതുകൊണ്ട് ഞാൻ അവരെ സൂക്ഷിച്ചു ഇത്ര നാളും. തിരുവഴുത്തിന് നിവർത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല. അപ്പോൾ കർത്താവിൻ്റെ കൂടൊപ്പം 12 ശിഷ്യന്മാരോ ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ഒരുത്തൻ മാത്രമേ നശിച്ചു പോയുള്ളൂ. ആരാ? യൂദ. കർത്താവിന് ഒറ്റ കൊടുത്ത ബാക്കി എല്ലാവരെയും കർത്താവ് രക്ഷിച്ചു. ഈ ഒരുത്തൻ മാത്രം അത് ഇന്നും ലോകത്തുണ്ട്. ഇങ്ങനെയുള്ള ദുഷിച്ചവർ ഇന്നും ലോകത്തുണ്ട്. അതുകൊണ്ട് പിതാവ് പറയുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. നമ്മൾ ഒന്നാകുന്നത് പോലെ പിതാവും പുത്രനും ഒന്നുപോലെ ഈ മക്കൾ, നീ തന്നിരിക്കുന്ന ഈ മക്കളും ഈ ശിഷ്യന്മാരും ഒന്നാകണം. എല്ലാവരും ഏകമായി തീരണം. ഇതാണ് മക്കളെ എൻ്റെയും ആഗ്രഹം. ഞാൻ അതുകൊണ്ടാണ് നിഷ്കാമ കർമ്മമാണിത്. കർത്താവും ഒരു കൂലിക്കോ പണത്തിനോ വേണ്ടി അല്ല ഈ ലോകത്തിറങ്ങി എല്ലാവരെയും ശിഷ്യത്വം കൊടുത്ത് അവരെ നന്നാക്കി ഈശ്വരങ്ങളിലേക്ക് അടുപ്പിക്കുന്നത്. എന്ത് തെറ്റാ ചെയ്തത്? ഇതുപോലെ ഒരു പ്രവാചകന്മാരും ചെയ്തിട്ടില്ല. പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യ ജന്മം എടുത്ത ഗുരുക്കന്മാരായിട്ട് വന്ന, ഇപ്പം അതിന് ഉദാഹരണം ഗുരുദേവനോ ഇവരാരും തന്നെ ഇത്രയ്ക്കൊന്നും പാടുപെട്ടിട്ടില്ല, ഒരിക്കലുമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. ഈ ശിഷ്യന്മാരങ്ങനെ ഗുണമുണ്ട്. എന്താ ലൗകികൻ? കർത്താവ് എന്തെങ്കിലും ആഡംബരം വല്ലതുകൊണ്ടോ? എല്ലാവർക്കും വേണ്ടി ലോകം മൊത്തം ചുറ്റി സഞ്ചരിക്കുന്നു, വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുക്കുന്നു. എന്ത് ഒരുക്കമാണുള്ളത്? എന്തെങ്കിലും ലൗകികമായ എന്തെങ്കിലും ആഡംബരങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ശിഷ്യന്മാരും അതിനൊത്തു തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ലൗകികനല്ലാത്തത്. ഇന്ന് ലോകത്ത് ലൗകികൻ്റെ അങ്ങേ അറ്റമായി കിടക്കുക. ഈ പണങ്ങൾ മൊത്തം ചിലവാക്കുന്ന മൊത്തം ആഡംബരങ്ങൾക്ക് വേണ്ടിയാണ്, ലൗകിക സുഖത്തിന് വേണ്ടിയാണ്. ആഹാരവും അതുപോലെ തന്നെയാണ്. സാധാരണ രീതിയിലുള്ള ആഹാരമല്ല, ഉണ്ടെങ്കിൽ അങ്ങ് പല പല രീതിയിലാണ്.
അതിനനുസരിച്ച് രോഗവും വന്നുകൂടുന്നു. മനുഷ്യനായിട്ട് ജീവിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെയാണ്, ഈശ്വരനെ അറിയാത്തത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായക കൊണ്ട് ലോകം അവരെ പകച്ചു. ഇതാണ് ഇന്ന് നടക്കുന്നത്. ഈ ലൗകികന്മാർ ആണ് 100ൽ 99 പേരും ലൗകികന്മാരാ. ഒരാളെ കാണൂ ഈ കർത്താവിൻ്റെ ആദർശം പോലെ ഉള്ളത്. എന്താ ലൗകികനല്ലാതെ പ്രാരാബ്ധമായിട്ട് കഴിഞ്ഞ് എത്ര ഉണ്ടെങ്കിലും അവർ ആഡംബരത്തിൽ കടന്ന് നരകിക്കാതെ. ഇതൊക്കെ നരകങ്ങളല്ലയോ? ആഡംബരം എന്ന് പറഞ്ഞാൽ മൊത്തം ദുഷിച്ചതല്ലേ? അത് എപ്പോഴായാലും തിന്മയല്ലേ? നമുക്ക് വേണ്ടുന്ന രീതിയിലല്ലേ ചെയ്യാവൂ എന്തും. ഇതെല്ലാം എന്തൊക്കെയാ ഇന്ന് കാണിക്കുന്ന കോലങ്ങൾ, എന്തെല്ലാം രീതിയിലാണ് പണം ചെലവാക്കുന്ന ഒരു മനുഷ്യ ശരീരത്തിന് വേണ്ടിയിട്ട്. അതൊക്കെ ചിന്തിച്ചാൽ എന്തുമാത്രം തെറ്റാ ഇവിടെ കാണിക്കുന്നത്. അതൊക്കെ ഓർത്താൽ ഇത് ലൗകികന്മാരുടെ അങ്ങേ അറ്റമായി കിടക്കുമല്ലയോ? എന്താ ലോകം നശിച്ചില്ലേ? ഈശ്വരനെ അറിയാണ്ട് അങ്ങ് ആഡംബരമാണ്. മുഖത്തൊക്കെ എന്തൊക്കെയാണ് വാരി പൊത്തുന്നത്. എന്തെങ്കിലും അല്പം ദൈവികം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമോ മനുഷ്യർ? എന്നോടിപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടക്കേട് വന്നാലും ഞാൻ കാര്യമല്ലേ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈശ്വരനെ അറിഞ്ഞിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഈശ്വരനെ അറിയുന്നവർ അങ്ങനെ ചെയ്യൂ? അതുകൊണ്ട് അവർ ലൗകികന്മാരല്ലായ കൊണ്ട് ലോകം അവരെ പകച്ചു. ഈ ലോകം ദുഷ്ടന്മാരാണ് കൂടുതലും. കംസനോടൊപ്പം നിൽക്കാൻ ഒരുപാട് പേരുണ്ട്. കൃഷ്ണനോടൊപ്പം നിൽക്കാൻ ആരാ ഉള്ളത്? അറിവില്ലായ്മ കൊണ്ടാണല്ലോ സംഭവിക്കുന്നത്. അറിവില്ലാത്തത് കൊണ്ടാണ്, യഥാർത്ഥ അറിവ് അറിയാത്തത് കൊണ്ടാണ് ലോകത്തുള്ള എല്ലാവരും അറിയാൻ ശ്രമിക്കുന്നില്ല. എല്ലാവരും പാപത്തിൽ തന്നെ കിടക്കുന്നു. അതാണ് കർത്താവിന് ഇത്രയും വിഷമം. എല്ലാവരും നന്നാവണം ചിന്തയുണ്ട്, പക്ഷെ നടക്കാത്ത കാര്യം. ആർക്കും വേണ്ട, ഈശ്വരനെ അറിയണ്ട, എങ്ങനെയും കഴിഞ്ഞ് മൃഗത്തിനെ പോലെ അങ്ങ് ജീവിച്ച് പോകണം. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ പകയ്ക്കുന്നു. ഇപ്പോൾ ഒരാളിനെ പകയ്ക്കാൻ എളുപ്പമാണ്. ഒരു നന്മ പ്രവർത്തിക്കുന്നവരെ പകയ്ക്കും. നീ എന്താ ഇത്രയും വലിയ കേവനാവും, നീ ഇത്ര നന്മ പുണ്യവാനോ എന്ന് പറഞ്ഞ് ഈ 99 പേരും ഈ ആളിനെ ഇട്ടിട്ട് കുറ്റം പറയും. അതുകൊണ്ട് എവിടെയെങ്കിലും മുക്കിലും മൂലിലും അടങ്ങി ഒതുങ്ങി ദൈവികളുടെ ഒതുങ്ങി പടഞ്ഞ് ഇരിക്കും, അടികൊള്ളാതിരിക്കാൻ. കാരണം 99 പേരും കൂടെ ഈ ഒറ്റ ഒരു നന്മ ഇഷ്ടപ്പെടുത്തില്ല. നീ മാത്രം ഇങ്ങനെ, ഞങ്ങളെല്ലാം ഒന്നിച്ചു ചേരുന്നു, ഞങ്ങൾക്കുള്ള ജീവിതം ഇങ്ങനെ സുഖമാണ്, ലൗകികമായ സുഖം. നീ എന്താ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ഇത് പകയ്ക്കും, എങ്ങനെയും കൊല്ലാൻ ശ്രമിക്കും. കർത്താവിനെ എങ്ങനെയാണ് കൊന്നത്? നീ എന്താ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദുഷ്ടന്മാരായ ലൗകികന്മാരായവരെല്ലാം കർത്താവിനെ ക്രൂശിച്ചത്. അതുകൊണ്ട് ഇവിടെ ലോകത്ത് ക്രൂശിക്കാൻ വേണ്ടി ഒരാളെ കാണും, പക്ഷേ ഈ ക്രൂശിക്കാൻ ഒരുപാട് പേര് കാണും. കാരണം രണ്ടും രണ്ട് തരമാണല്ലോ. അതുകൊണ്ട് അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ലൗകികന്മാരല്ലായിക്കൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല കർത്താവ് പറയുന്നത്. എന്നെ ഈ ലോകത്തു നിന്ന് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകണം, ഞാൻ എന്നെ അവർ പകയ്ക്കുക. പക്ഷേ കർത്താവ് പറയുന്നു ഈ ശിഷ്യന്മാരെ അങ്ങനെ പകയ്ക്കാനല്ല, അവരെ രക്ഷിക്കണമെന്ന് പറയാനാണ്. അവർ ലൗകികന്മാരല്ലായിക്കൊണ്ട് ലോകം അവരെ പകച്ച് അവരെ ലോകത്തു നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. എത്രമാത്രമാണ് ആ പരമാത്മാവായ ഭഗവാന്റെ, ആ പുത്രനായ യേശുവിൻ്റെ ആ സ്നേഹം! അതായത് ലൗകികന്മാരല്ലാത്തതുകൊണ്ട് അവരെ പകയ്ക്കും. പക്ഷെ അങ്ങനെ പകയ്ക്കാതെ അവരെ കാത്തുകൊള്ളണം. അങ്ങനെ പകച്ചിട്ട് കൊണ്ടുപോകണം, എടുക്കണം എന്നല്ല പിതാവേ ഞാൻ പറയുന്നത്. എനിക്കിങ്ങനെ എൻ്റെ അനുഭവം അത് എന്നാണെന്ന് കർത്താവ് പറയും. ഞാനിങ്ങനെ ആകും, എന്നെ ക്രൂശിക്കാനിരിക്കുകയാണ്, എന്നെ പകച്ചു തന്നെ ഇരിക്കുകയാണ്, എനിക്ക് സമയമായി അങ്ങോട്ട് വരാൻ. പക്ഷെ എന്നാൽ എൻ്റെ ശിഷ്യന്മാരെ ഇവിടുന്ന് അവരെ ഈ ലോകത്ത് നിന്ന് എടുത്തുകൊണ്ട് പോകാൻ എന്നല്ല, പകയ്ക്കുകയും ചെയ്യരുത്, എടുത്തുകൊണ്ട് പോവുകയും ചെയ്യരുത്. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്ന് പിതാവിനോട് അപേക്ഷിക്കുന്നു എന്നാണ് കർത്താവിൻ്റെ അപേക്ഷ, പ്രാർത്ഥന. കാരണം കർത്താവ് എന്തായാലും ഇങ്ങനെ തുടങ്ങിയതുകൊണ്ട് ക്രൂശിച്ചേ പറ്റൂ. കാരണം തിരുവഴുത്തിൽ അങ്ങനെ പറയുന്നത്, ചാട്ടവാറിനെ അടിക്കണമെന്നും കുരിശ് തറയ്ക്കണമെന്നൊക്കെ അവിടെ വചനങ്ങളിൽ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അത് വന്ന് സംഭവിക്കണമല്ലോ, പിതാവിൻ്റെ ഇച്ഛയാണ്. അതുകൊണ്ട് ആ ഇച്ഛയ്ക്ക് അനുസരിച്ച് തന്നെയാണ് ഈ കർത്താവും അനുഭവം എടുക്കുന്നത്. എന്നാൽ പിതാവെ എനിക്കത് നടക്കത്തില്ല, എന്നെ അങ്ങനെ ചെയ്യില്ലെന്ന് പിതാവിനോട് പറയുന്നില്ലല്ലോ, അപേക്ഷിക്കുന്നില്ല. പിതാവിൻ്റെ ഇച്ഛ എന്താണ്? അതാണ് പുത്രൻ ഇത്രയും മാഹാത്മ്യം. എന്താണ് പിതാവ് ഇച്ഛിക്കുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്ത് രക്തം ചിന്താനാണ്. മറ്റുള്ളവർ എന്തോ ചെയ്താലും സഹിക്കണം. ഇതിനു വേണ്ടിയാണ് പുത്രനെ കൊണ്ട് വിട്ടേക്കുന്നത്. ഇത് ആർക്ക് വേണ്ടിയാ? നമ്മൾക്ക് വേണ്ടി. കുറേ ശിഷ്യന്മാർ ഇതിൽ കൂടി വേണം നന്നായി വരാൻ. അതിന് പകയ്ക്കുന്നത് എല്ലാവർക്കും വേണ്ടി, മറ്റുള്ളവരെ അങ്ങനെ വരുത്തരുതേ. അതുകൊണ്ട് പിതാവ് അവരെ രക്ഷിക്കണം, കാത്ത് രക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. അവർക്ക് ഒരു ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാക്കരുത്, ആരും അവരെ ദ്രോഹിക്കരുതേ. അതാണ് അപേക്ഷ.
അവരെ ലോകത്തു നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. അപ്പോൾ അവർ ലൗകികന്മാരല്ല പിതാവേ, എന്നെ പോലെ തന്നെയാണ്. അവർക്ക് യാതൊരു ആഡംബരമോ അവർക്ക് എന്നത് അത് വേണം ഇത് വേണം ചിന്തയ്ക്കൊന്നും പോകുന്നില്ല. എപ്പോഴും പിതാവിനെ മാത്രം ശ്രദ്ധിക്കുന്ന ആരാധിക്കുന്ന കുട്ടികളാണ് എൻ്റെ ശിഷ്യന്മാർ. അതുകൊണ്ട് അവരെ കാത്തുകൊള്ളണം. അവർ ലൗകികന്മാരല്ല. അതുകൊണ്ട് അവരെ സത്യത്തിൽ, അതായത് എന്താ പറയുക, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം. അവരെ ഇനിയും വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം. നിന്റെ വചനം സത്യമാകുന്നു. പിതാവ് എന്താ പറഞ്ഞേക്കുന്നത്? കർത്താവ് യേശു പിന്നെ സത്യത്തിലും ആത്മാവിലും അത്രേ. നമ്മളെല്ലാവരും സത്യത്തിലും ആത്മാവിലുമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അത് കർത്താവ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. അല്ല യേശുവേ യേശു എന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞില്ല. ഇത് ആദ്യ പടി. നമ്മളിപ്പം ഒരു വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിളക്കാണ് ദൈവം, അല്ലെങ്കിൽ ഈ വിഗ്രഹമാണ് ദൈവം എന്ന് പറയുന്നത് പോലെ ശിഷ്യന്മാരായിട്ട് എടുക്കുമ്പോൾ ആദ്യം കുറച്ച് നാൾ അവരുടെ ഉള്ളത്തിൽ യഥാർത്ഥമായ അറിവുണ്ടാകുന്നവരെ ഈ ഗുരുവായിരുന്ന കർത്താവാണ് അവർക്ക് ദൈവം. കർത്താവ് ദൈവത്തെ പോലെ തന്നെ അവർ കാണുന്നത്. യഥാർത്ഥ ദൈവത്തെ വഴികാട്ടി കാണിച്ച് അവരുടെ ഉള്ളത്തിൽ ഏകീകരിച്ച് പിതാവും പുത്രനും ഒന്നാകുന്നത് പോലെ ശിഷ്യന്മാരും പിതാവും പുത്രനും എല്ലാം ഒന്നായി ഏകീകരിക്കുമ്പോൾ അവർ മനസ്സിലാക്കും യഥാർത്ഥമായ പിതാവ് നമ്മളിൽ തന്നെയാണ്. അപ്പോൾ ഇവരുടെ യേശു അല്ല എന്ന്, യേശു അതിൻ്റെ വഴി കാണിച്ചതാണെന്നും എന്ന് ഈ പുത്രന്മാർ ഇപ്പം ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്ന അതുപോലെ എന്നെ തന്നെ ഓർത്താൽ ഞാനിപ്പോൾ യേശുവേ യേശു എന്ന് വിളിക്കുന്നു. ഞാൻ ഒത്തിരി ആൾ വിളിച്ചതാ. എന്താ എന്നാൽ പിന്നെ ഇത്രയും ഇതെല്ലാം പഠിച്ചോട്ടെ എനിക്കെന്താ? കൃഷ്ണനെയൊക്കെ കൃഷ്ണനൊക്കെ പിശാചുക്കളാണ്, ശിവൻ പിശാചാണ്, ഈ ലോകത്തിലെ അല്ലാതെ ഈ യേശു മാത്രമല്ല, എനിക്ക് എന്താ പറഞ്ഞൂടെ? ഞാൻ യഥാർത്ഥമായ സത്യം മനസ്സിലാക്കി. പുത്രനായ കർത്താവ് എന്താണ് ബൈബിളിൽ പറഞ്ഞേക്കുന്നത്, അത് ഈ പുത്രന്മാർക്ക് ഈ ശിഷ്യന്മാർക്ക് കൊടുത്ത എന്താണ്, അത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവസാനം പിതാവായിട്ട് ഉള്ള ദൈവം തന്നെയാണ് ഏക പിതാവ്. നമ്മളെല്ലാം പിതാവിൽ ചേരുമ്പോൾ അവിടെ കർത്താവായ യേശു, ഞാനും മക്കളെല്ലാ ശിഷ്യന്മാരും പിതാവും ഒന്നാണ്. കർത്താവും നമ്മളെല്ലാവരും ഇപ്പോൾ കൃഷ്ണനിൽ പരമാത്മാവാണെങ്കിൽ ആ പരമാത്മാവിൽ തന്നെ ഏകീകരിച്ചിരിക്കുകയാണ് ഈ കർത്താവായ യേശു, ഞാനും എല്ലാവരും, ഭക്തന്മാരെല്ലാവരും, അല്ലാത്തവരല്ല. ഇത് ആരാണ് ഇത് അനുഭവിച്ചറിയുന്നത്? ആരാണ് ഈ അനുഭവങ്ങൾ, ഈ വചനങ്ങൾ, ഈ കൽപ്പനകൾ, ഈ സത്യത്തിൻ്റെ വഴി ആരാണ് ഉൾക്കൊണ്ട് അതാകുന്നത്? തീരുമ്പോൾ എല്ലാവരും മനസ്സിലാക്കും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മൾ തന്നെയാണ്, എല്ലാവരും നാം തന്നെയാണ്. അതിൽ പിതാവ് അന്യതല്ല, പുത്രനും അന്യതല്ല, ഏകീകരിച്ചിരിക്കുന്നു. അവിടെ പരിശുദ്ധാത്മാവല്ലേ പരമാത്മാവ്, നാം എല്ലാവരും അത് തന്നെയാണ്. കാണാതെ മൊത്തവും അത് തന്നെയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എന്നാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകും കർത്താവിനെ അതാണ് ഞാൻ പറഞ്ഞത്. ഇത് എടുത്തെടുത്ത് എനിക്കിത് പറഞ്ഞു തരുന്നേ എനിക്ക് അടങ്ങും മക്കളെ. ഞാൻ അറിഞ്ഞതിനെ കൊടുക്കാതിരുന്നാൽ എന്നെ ദൈവം ശിക്ഷിക്കും. മറ്റുള്ളവർക്ക് അറിവ് നമ്മൾ കൊടുത്തെങ്കിലേ അറിയത്തുള്ളൂ. അറിയാത്തത്തോളം കാലം ഒരിക്കലും വിശുദ്ധമാവത്തില്ല ഹൃദയം. അതുകൊണ്ട് ഇവിടെ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, അവരുടെ ഉള്ളത്തിലിരിക്കുന്ന അജ്ഞാനങ്ങളെ മാറ്റണമേ. നിന്റെ വചനം സത്യമാകുന്നു. പിതാവിനോടുള്ള ആ സ്നേഹം പുത്രൻ പറയുന്നു, പിതാവേ നിന്റെ വചനം സത്യമാകുന്നു, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ അപ്പോൾ നീ എന്നെ ലോകത്തിലേക്ക് അയച്ചു. എനിക്കും പറയാം മക്കളെ, 1 മിനിറ്റ് അല്ലെ 1 മണിക്കൂർ അല്ലെ 1 വർഷം ഇത്രയേ ഉള്ളൂ. എന്നെയും എൻ്റെ പിതാവ് അനുവദിച്ചിട്ട് തന്നെയാണ് ഒരക്ഷരമെങ്കിലും എനിക്ക് പറയാൻ പറ്റുന്നത്. അല്ലാതെ ഞാനൊരു സാത്താൻ്റെ മകളോ അങ്ങനെ ആണെങ്കിൽ എനിക്കത് പറ്റത്തില്ല. എനിക്ക് ഒരു വചനേ ഉള്ളൂ, അല്പമേ ഉള്ളൂ, പക്ഷെ അത് എന്നിലുള്ളത് മതി എന്നാ പറയുന്നത്. വേണമെങ്കിൽ എന്നെ ഒരു ജന്മം ജനിപ്പിച്ചോട്ടെ, എനിക്കതിനും തയ്യാറ് തന്നെയാണ്. കുറച്ചുകൂടെ ഞാൻ അറിഞ്ഞിട്ട് കുറച്ചുകൂടെ മക്കൾക്ക് തരാമല്ലോ. എനിക്കിപ്പോൾ ഉള്ളതൊക്കെ അല്ലേ തരാൻ പറ്റൂ. അതുകൊണ്ട് നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഇതാണ് സത്യം. പരമാത്മാവായ ഈശ്വരൻ, പരമാത്മാവ് പിതാവ് കർത്താവിനെ പുത്രനെ ഇവിടോട്ട് ഈ ലോകത്തിലേക്ക് അയച്ചു. എന്തിനാ? പിതാവിന് വിഷമം. ഈ ജനങ്ങളെല്ലാം നരകിക്കുന്നു, ദുഷ്ടത അറിഞ്ഞങ്ങ് ജീവിക്കുന്നു, പാപം തിന്നുന്നു, ഭുജിക്കുന്നു, പാപം തന്നെ ഭുജിക്കുന്നു, യാതൊരു അറിവുമില്ല. ഈശ്വരങ്ങളിലേക്ക് ചേരാൻ അവർക്ക് യാതൊരു വഴി അറിയില്ല. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലൊക്കെ പണ്ടേ അറിഞ്ഞിരിക്കുക. കാരണം ഇന്ത്യ രാജ്യത്തിൽ ഒരുപാട് ഋഷിമര്യന്മാരുണ്ട്, പക്ഷേ കർത്താവ് അവതരിച്ച അവിടെങ്ങും അങ്ങനെ ഇല്ല. അതുകൊണ്ടാണ് അവിടെ അത് പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് ലോകത്തിലേക്ക് എന്നെ അയച്ചതുപോലെ അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. അതിൻ്റെ ഉദാഹരണം ഇപ്പോൾ ജോൺ സച്ചൻ അവിടെ പള്ളിയിൽ ഈ കർത്താവിൻ്റെ അതേ ആദർശത്തിലാണ് നമ്മളെല്ലാം ഉൾക്കൊണ്ടത്. അല്ല മതം മാറ്റാൻ അവിടെ ഒന്നും പറഞ്ഞതല്ല.
ആർക്കും മതം മാറ്റിയില്ല. ഈ വചനം ഇന്നും ശിഷ്യന്മാർ അനുസരിക്കുന്നു. ഏത് ശിഷ്യന്മാരായ യഥാർത്ഥം അറിയുന്നവർ. ഇപ്പം ഞാനും ആ ശിഷ്യനാ. ഈ ഇത്രയും വചനം എനിക്ക് എവിടെ നിന്ന് കിട്ടി? ആ ബൈബിളിലെ വചനം ഞാൻ എങ്ങനെ കിട്ടി? എനിക്കെങ്ങനെ കിട്ടി? അവിടുന്ന് ആ വചനം യേശു കർത്താവിൽ നിന്ന് ഒരുപാട് തലമുറ പോയി ഇത് മനസ്സിലാക്കി ജോൺസത്തിൽ വന്നു. ജോൺസത്തിൽ നിന്ന് എനിക്ക് കിട്ടി. എങ്ങനെ കിട്ടി? ഇത് കേട്ട് ഞാനും മനസ്സിലാക്കി. ഇത് പഠിച്ചു മനസ്സിലാക്കി. ഇതിൽ നിന്ന് കേട്ട് ഇനി എത്ര മക്കൾ ഇതിൽ നിന്ന് മുന്നോട്ട് ഇത് മനസ്സിലാക്കാം? ദൈവം കൂടെ വിചാരിക്കണം, എന്നാലേ പറ്റൂ. നമ്മളിത് ഇങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഈശ്വരനെ വിചാരിച്ചെങ്കിലേ നടക്കത്തുള്ളൂ. അല്ല നമുക്ക് കിട്ടത്തില്ല, നമ്മുടെ ഉള്ളിൽ മനസ്സിലാവത്തില്ല. അതാണ് സംഭവം. അതുകൊണ്ട് ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പിക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി, അതുകൊണ്ടല്ലയോ ഇന്നും നിലനിൽക്കുന്നത്. ഇപ്പം ഞാനൊരു മതം മാറിയോ? ഞാനവിടെ കർത്താവിൻ്റെ ആദർശം ഇവിടെ പറയുന്നു, പക്ഷെ ഞാൻ മതം മാറിയിട്ടാണോ ഞാനിത് മനസ്സിലാക്കിയത്? ഇത് മനസ്സിലാക്കി മറ്റുള്ള മക്കൾക്ക് ഇത് കൊടുത്തില്ലെങ്കിൽ അജ്ഞാനം മാറത്തില്ല. എൻ്റെ മതമേ ഉള്ളൂ, ഞങ്ങൾ ഹൈന്ദവരാണ്, ഹിന്ദുമതം അറിവില്ലാത്തവർ ഇങ്ങനെ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കും. ഈ മതത്തിൽ നിന്ന് ആരും പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ആരും വെട്ടം പൊട്ടിക്കത്തില്ല, അറിഞ്ഞവരാരും പറയത്തില്ല, ഉള്ളിൽ രഹസ്യമാക്കി വെച്ചേക്കും. അവർക്ക് നന്നാവണ്ട, മറ്റുള്ളവർക്ക് നന്നാവണ്ട. രഹസ്യം വെച്ചിരുന്നോളം കാലം എവിടെ ചെല്ലത്തില്ല? ഈ പിതാവിൻ്റെ അടുക്കലേക്ക് ചെല്ലത്തില്ല, അജ്ഞാനം മാറത്തില്ല. ഇന്ന് ഹൈന്ദവർക്ക് വന്ന അബദ്ധമായതാണ്. അങ്ങനെ അജ്ഞാനം ഇല്ലാത്ത ഒരുപാട് മഹർഷിമാരുണ്ട്. അവർ ചേരും, അവർ പിതാവിൽ ലയിക്കും, ബ്രഹ്മാനന്ദം അനുഭവിക്കും, ആനന്ദാനുഭൂതി നിറയും. മറ്റുള്ളവരെല്ലാം എന്ത് ചെയ്യും? പാഠം പഠിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. 90 വയസ്സ് വരെ ഭഗവത്ഗീത പഠിപ്പിക്കും, ഭാഗവതം പഠിപ്പിക്കും. പക്ഷെ എന്ത് ചെയ്യാം? ഒന്ന് മാത്രം ഇല്ല, പിതാവിനോട് ചേരാൻ പറ്റത്തില്ല. അജ്ഞാനം മാറി സർവ്വം ഏകമാണെന്ന് ഗുരുദേവൻ എങ്ങനെ പഠിപ്പിച്ചു? ഒരേ ഒരു മതമേ ഉള്ളൂ, എല്ലാവരും മനുഷ്യനാണ്, എല്ലാവരും പിതാവിൻ്റെ മക്കളാണ്, എല്ലാ സന്തതികളും ഈശ്വരൻ്റെ സൃഷ്ടികളാണ്. ഇത് പഠിപ്പിക്കാത്തത്തോളം കാലവും ഗുരുദേവൻ്റെ അവിടെ ബൈബിളും ഖുറാനും എല്ലാ മതഗ്രന്ഥങ്ങളും പഠിച്ചിട്ട് ആ ഉള്ളത്തിൽ നിന്ന് എല്ലാം വെളിയിലേക്ക് ചാടി. അങ്ങനെ ചാടാത്തത്തോളം കാലം എന്ത് വരും? അമക്കി വെച്ചാൽ എന്ത് വരും? അറിവില്ല, ഈശ്വരജ്ഞാനം ഉള്ളിലില്ല. ഈശ്വരനോട് സ്നേഹവും ഇതുപോലെ കർത്താവിനെ പോലെ വിഷമം ഉള്ളിലുണ്ടെങ്കിൽ എന്ത് വരും? മക്കളെ, നിങ്ങൾ ഇത് പഠിക്കൂ, എല്ലാവരും ഒന്ന് തന്നെയാണ്, എല്ലാ മതവും ഒന്നാണ് മക്കളെ, എല്ലാം പിതാവിൻ്റെ സന്തതികളാണെന്ന് നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ അവരായെങ്കിലല്ലേ നമുക്ക് പറഞ്ഞു തരാൻ പറ്റൂ. ഇതെന്താ പഠിപ്പിക്കുന്നേ? ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ അങ്ങ് വാതോരാതെ പഠിപ്പിക്കും. പക്ഷേ ഈ പഠിപ്പിക്കുന്ന ആളുടെ ഹൃദയത്തിൽ യഥാർത്ഥത്തെ അറിഞ്ഞെങ്കിലല്ലേ ഉള്ളം തെളിഞ്ഞ് വെളിയിലോട്ട് ചാടും. ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതല്ലേ പുറത്തേക്ക് വരുന്നത്. ഹൃദയം നിറയുന്നില്ല, അനുഗ്രഹം കിട്ടുന്നില്ല. ഈശ്വരൻ്റെ അനുഗ്രഹം, പിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് വന്നെങ്കിൽ മാത്രമേ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയൂ, എല്ലാത്തിനെയും ഒന്നായി കാണാൻ കഴിയൂ. ഇല്ലെങ്കിൽ ഇതുപോലെ ആ മതത്തിലോട്ട് പോവല്ലേ, ഈ മതത്തിലോട്ട് പോവല്ലേ. എന്താ? മതാമത്സരങ്ങൾ. എല്ലാം ഏകമാണെന്ന് പഠിപ്പിക്കാൻ അറിയില്ല. ഒരു മതവും മാറണ്ട. മതം മാറിയ ഇവിടെ എന്താ? പിതാവ് രണ്ടുണ്ടോ? ഒരേ ഒരു പിതാവല്ലേ ഉള്ളൂ എവിടെ ആയാലും. ഇതെല്ലാം പിതാവിൻ്റെ സന്തതികളല്ലേ. നമ്മൾ നന്നാവാൻ ശ്രമിക്കുക, വിവരം ഉണ്ടാക്കാനും നമ്മളിതെല്ലാം അറിയാൻ ശ്രമിക്കുമ്പോൾ തന്നെ മനസ്സിലാകും കർത്താവ് എന്താണ് നമുക്ക് തന്ന ഉപദേശം. കൃഷ്ണൻ വന്ന പരമാത്മാവായ പിതാവായ ദൈവം പുത്രനായ അവിടെ അവതാരത്ത് വന്നു. എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇതെല്ലാം ഒന്ന് തന്നെയല്ലേ. അപ്പം അത് അറിഞ്ഞെങ്കിൽ നമ്മൾ മതം മാറുമോ? ഇത് അറിയാത്തത്തോളം കാലം മറ്റുള്ളവർ എന്ത് പറയുന്നു? അവർ അറിവില്ലാത്ത ജനങ്ങൾ, നിങ്ങൾക്ക് ഞാൻ വീട് വെച്ചുതരാം, നിങ്ങൾ ഞങ്ങളുടെ മതത്തിലോട്ട് വാ. അതെന്താ? അങ്ങേയറ്റ തെറ്റല്ലേ അത്? അവർക്ക് അങ്ങനെ ജ്ഞാനം ഉണ്ടെങ്കിൽ ഏത് സാധുക്കൾക്കും കൊടുക്കാൻ തയ്യാറാവണം. മതം മാറാതെ തന്നെ ഒരു വിഷമിക്കുന്ന ആൾക്ക് കൊടുക്കണം, അതാണ് വേണ്ടുന്നത്. അല്ല നിങ്ങൾ മതം മാറി വന്നാൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇന്നത് തരാം, വെച്ച് തരാം, 10 സെൻറ്റ് എഴുതി തരാം, അല്ലെ വീട് വെച്ച് തരാം. ഇതാണ് ഏറ്റവും വലിയ കൊള്ളരായ്മ. ഒരിക്കലും അത് പാടില്ല. നന്മ പ്രവർത്തിക്കുന്നവരാരും അങ്ങനെ ചെയ്യത്തില്ല. നല്ല വചനം, പക്ഷെ എന്താ അവർ ചെയ്യുന്നറിയുമ്പോൾ വചനം കേൾക്കാൻ ആളില്ല. ഇന്ന് ജനങ്ങൾ സത്യമായ കാര്യമാണ്, ഈ നല്ല വചനം കേൾക്കാൻ ലൗകികന്മാരാണ്. കേൾക്കാൻ ആളില്ല. എന്നാൽ ഇങ്ങനെ കാശ് കൊടുത്ത് ചെന്ന് എത്തിയാൽ അവർ വചനം കേൾക്കുമോ? ഉള്ളത്തിലോട്ട് കയറുമോ? അവിടെ ഉള്ളത് കയറണമെങ്കിൽ ഈശ്വരനോട് വിചാരിക്കണ്ടേ? നമ്മുടെ ഹൃദയത്തിനകത്ത് വിശാലമായ എല്ലാം ഉൾക്കൊള്ളാനുള്ള കഴിവ് ഈശ്വരൻ തന്നെങ്കിലല്ലേ നമുക്കത് കേൾക്കാൻ ഇമ്പം ഉണ്ടാവും. ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഉറങ്ങും. അവർ പ്രാർത്ഥിക്കും, കൈയടിച്ച് പ്രാർത്ഥിക്കും. ഈ അറിവ് ഉള്ളിലോട്ട് ചെന്നില്ലെങ്കിൽ അവർ അവിടെ നിന്ന് കോട്ടുമായിട്ട് ഉറങ്ങും, ഉണരത്തില്ല. അതുകൊണ്ട് നീ എന്നെ അയച്ചിരിക്കുന്ന പോലെ ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടത് തന്നെ. അപ്പം ഈ ജനങ്ങളായ നമ്മളെല്ലാവരും പിതാവിൽ ഏകീകരിക്കാനാണ് കർത്താവിൻ്റെ വിഷമം. അത്രമാത്രം സ്നേഹമാണ്. ഒന്നാകണം, എല്ലാവരും ഒന്നാകണം. പിതാവായ ദൈവത്തിനോടൊപ്പം
ഈ യേശുവായാലും നമ്മളെല്ലാവരും ഒന്നായി തീരണം. അതാണ് കർത്താവ് പറയുന്നത്. ഞാനും എൻ്റെ പൊന്നുമക്കളെ എല്ലാവരും അറിഞ്ഞ് ഒന്നായി പിതാവിൽ ലയിക്കണം. നമ്മുടെ പരമാനന്ദത്തിൽ ലയിക്കുക, അതാണ് ഒന്നാകുക. ഈശ്വരനിൽ ലയിക്കുക, ആനന്ദം അനുഭവിക്കുക. ഭഗവാൻ ഈശ്വരൻ സ്നേഹമാകുന്നു, ആനന്ദമാകുന്നു. ഇനി ഒരുപാടുണ്ട് പറയാനൊക്കെ. ഇതിനകത്ത് ഇന്നിനി പറ്റത്തില്ല മക്കളെ, ഇനി വേറൊരു ദിവസം പറയാം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇത് യേശു എനിക്ക് അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇത് പറയുമ്പോഴെങ്കിലും എനിക്ക് യേശുവിന് നന്ദി പറയണ്ടേ. ഇതെനിക്ക് ഗുരുവായി നിന്ന് എനിക്ക് പ്രത്യക്ഷമായി എൻ്റെ തലയ്ക്ക് കൈവച്ച് തന്ന അനുഗ്രഹം തന്ന പിതാവായ ദൈവം പുത്രനിൽ കൂടെ വന്നതാണ്. ഈ പുത്രനിൽ കൂടെ വന്നാണ് എനിക്ക് അനുഗ്രഹം തന്നത്. എന്നാൽ പിതാവ് എനിക്ക് പ്രത്യക്ഷമായി 2 കണ്ണും തീക്കുണ്ടം പോലെ, മുഖം മനുഷ്യൻ്റെ ഒരു മുഖമാണെങ്കിലും വെള്ളിപ്പത്തായം പോലത്തെ പഞ്ഞി രോമം, ഹിമം പോലത്തെ വെളുത്ത രോമവും, കണ്ണ് തീക്കുണ്ടം പോലെ 2 തൃക്കണ്ണൊന്നുമില്ല, 2 തീക്കുണ്ടം പോലെ. തൃക്കണ്ണൊക്കെ കണ്ടത് ദർശനത്തിൽ ഞാൻ ഉച്ച സമയത്ത് ധ്യാനിക്കുമ്പോൾ ദർശനം കണ്ടു. ആ ദർശനമായിരുന്നു. ഇത് പ്രത്യക്ഷമായതിന് മുമ്പിൽ നിന്നതാണ്. മുറി മൊത്തവും 1000 സൂര്യൻ്റെ പ്രകാശവും ഈ പ്രത്യക്ഷമായി നിൽക്കുന്നതാണ്. അത് പിതാവായ ദൈവം തന്നെയാണ്. പക്ഷേ ഇത് രണ്ടും ഒന്നാണല്ലോ, ഏകീകരിച്ചല്ലോ. പിതാവും പുത്രനും ഏകമായി തീർന്ന 2 ഇല്ലാത്തൊരവസ്ഥയാണ്. അവിടെ ഒന്നായി തീർന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവിടെ ഏക ദൈവമാണ്. ഏക ദൈവം, 3 ചേർന്ന ദൈവം അവിടെ പ്രത്യേകിച്ച്. പിന്നെ എനിക്ക് ദർശനത്തിൽ കൂടിയാണ് എൻ്റെ തലയ്ക്ക് ഞാൻ കിടന്ന് ഉരുളുമ്പോൾ എന്നെ അവിടെ നിന്ന് പിടിച്ച് തറയിൽ ചന്ദനക്കാൽ മുട്ടിയിരിക്കുന്നു. കർത്താവായ യേശു തമ്പുരാൻ കസേരയിലിരിക്കുന്നു. അത് മനുഷ്യനെ പോലെ തന്നെയാണ്. ജുബ്ബ പോലെ വസ്ത്രം ധരിച്ച ആളാണ്. അത് എൻ്റെ തലയ്ക്ക് കൈവയ്ക്കുന്നു. എനിക്ക് ദേഹം മൊത്തവും ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന അനുഭൂതി ഞാൻ അപ്പോൾ അനുഭവിക്കുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ ദർശനത്തിൽ കൂടി എനിക്ക് ഗുരുവായി വന്നയാളാണ്. അപ്പോൾ എനിക്ക് എന്ത് പറയാൻ പറ്റും? അതുകൊണ്ട് ഈ ലോകത്ത് കൃഷ്ണനില്ല, മറ്റതില്ല, മറിച്ചില്ലെന്ന് പറഞ്ഞ് കർത്താവ് അത് അജ്ഞാനിയല്ലേ? എന്നെ വിട്ടതാരാ? ഇത് എനിക്ക് ഒരു ഗുരുവായിട്ട് നിന്ന് എനിക്ക് അനുഗ്രഹം തരാൻ വിട്ടതാരാ? ആ പരബ്രഹ്മമൂർത്തിയായ കൃഷ്ണനല്ലേ? അപ്പോൾ ഞാൻ നന്ദികടല്ലേ കാണിക്കുന്നത്? എനിക്ക് ഇത് കിട്ടാൻ വേണ്ടിയല്ലേ എന്നെ വിട്ടത്? ഇവിടെ എന്തെങ്കിലും കുറവുണ്ടോ? എനിക്ക് ആഹാരം കുറവുണ്ടോ? വസ്ത്രം കുറവുണ്ടോ? വീടില്ലാതുണ്ടോ? വസ്തു ഇല്ലാതുണ്ടോ? കൃഷി ഇല്ലാതുണ്ടോ? ഭർത്താവില്ല. എല്ലാം കൊണ്ടും നിറഞ്ഞിരിക്കുന്ന ഞാനാണ്. യാതൊന്നും എനിക്ക് ആവശ്യമില്ല. പിന്നെ എന്തിനാ എന്നെ വെപ്രാളം കൊണ്ട് വിട്ടത്? ആരാധനയ്ക്ക് വേണ്ടി, ധ്യാനിക്കാൻ. എനിക്കൊരു ഗുരുവായി നിൽക്കാൻ ഒരാളവിടെ വന്നിട്ടുണ്ട്, നീ അങ്ങോട്ട് ചെല്ല് എന്നെ കൊണ്ട് വിടിയിച്ച് പറഞ്ഞത്. അല്ലെങ്കിൽ അറിവില്ലാത്ത ഞാനാണെങ്കിൽ ഓടിപ്പടച്ച് എനിക്ക് അത് വേണം ഇത് വേണം പറഞ്ഞ് ഞാൻ ചെന്നിരുന്നെങ്കിലോ, അയ്യോ കർത്താവിൻ്റെ അത്ഭുതം കാണുമ്പോൾ ഞാൻ കർത്താവാണ് ഈശ്വരൻ, വേറെ ആരുമില്ല, കൃഷ്ണനൊക്കെ കള്ളന്മാരാണ് എന്ന് ഞാനും പറഞ്ഞേനെ. ഇതാണ് ഇവിടെ വ്യത്യാസം. നമ്മളെ പരമാത്മാവ് വിട്ടാൽ നമുക്ക് ചെന്ന് ഏറ്റുവാങ്ങണം. നമുക്ക് തരാൻ വേണ്ടിയാണ്. എവിടെ ചെന്നാലും വിശപ്പുണ്ടെങ്കിൽ ആഹാരം കഴിക്കണം. അവിടെ ജാതി മതം നോക്കിയിട്ടല്ല നമ്മൾക്കുള്ള ആർത്തി. നമുക്ക് ദാഹമുണ്ടോ? ഒരു ഗ്ലാസ് വെള്ളം ഏത് വീട്ടിലും മതം നോക്കിയിട്ടല്ല നമ്മൾ വെള്ളം കുടിക്കുന്നത്. നമുക്ക് വിശപ്പിന് ആഹാരം കിട്ടിയേ പറ്റൂ, വേറെ എങ്ങനോ ഇല്ല. എന്നാൽ നമുക്ക് കിട്ടുന്ന ആഹാരം നല്ലതാണോ, രുചിയുള്ളതാണോ വാങ്ങിച്ച് കഴിക്കുക. എനിക്ക് രുചിയായിട്ട് തോന്നി ആ ആരാധന. എനിക്ക് വിശപ്പ് വലുതായിട്ട് വന്നു. ഞാൻ ആരാധന പങ്കുകൊണ്ട് എനിക്ക് വയറ് നിറഞ്ഞു, ഹൃദയം നിറഞ്ഞു, ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെയാണ് സംഭവം. എല്ലാവർക്കും നമസ്കാരം.